ഭൂമിക്ക് ഭാരമായി നിൽക്കുന്ന ജാതിയും മതവും തലക്കി പിടിച്ച് നിന്നെപ്പോലെയുള്ളമാരൊക്കെ ആണോ തീവ്രവാദിയും ഭീകരനുമൊക്കെ? അല്ലാതെ ഞാനും നിങ്ങളും അടക്കമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടിയ, ശത്രുക്കളെ നിലം തൊടാതെ വിറപ്പിച്ച അവൾ ഞങ്ങളുടെയൊക്കെ ദൈവമാണ്. സോഫിയ ഖുറേഷി എന്ന പട്ടാളക്കാരിയെ മതം തിരിച്ച് വിമർശിച്ചപ്പോൾ അയാൾ ഒരിക്കൽ പോലും ഓർത്ത് കാണില്ല ഇമാതിരി ഒരു അവസ്ഥയാണ് തനിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, മതം തന്നെയാണോ അതോ പെണ്ണായതുകൊണ്ടോ? അതുമല്ലെങ്കിൽ രണ്ട് കാരണങ്ങളും ഉണ്ടോ? എന്തായിരുന്നു താങ്കളുടെ ആ പരാമർശത്തിന്റെ യഥാർത്ഥ കാരണം? എന്തൊക്കെ പറഞ്ഞാലും എത്ര മാപ്പ് അപേക്ഷിച്ചാലും ഇത് അങ്ങനെയൊന്നും പൊറുക്കാനാവുന്നില്ല. എന്തായാലും സുപ്രീം കോടതി മറുപടി തന്നിട്ടുണ്ടല്ലോ, അതനുസരിച്ചാട്ടെ. പറഞ്ഞു വരുന്നത് മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷായുടെ വിവാദ പരാമർശത്തെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയും, അതേസമയം മോശം കണ്ടാലോ വിമർശിക്കേണ്ടവയാണെങ്കിൽ അങ്ങനെ നേരിടും. മറിച്ച് രൂക്ഷമായി പ്രതികരിക്കേണ്ടതാണെങ്കിൽ അതങ്ങനെ. അതിന് രാഷ്ട്രീയമോ വ്യക്തിയെന്നോ യാതൊരു വേർതിരിവുമില്ല. അല്ല, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടു. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഞാൻ പ്രതികരണം നടത്തിയില്ല എന്ന സമയം കിട്ടാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇൻഡോറിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു വിജയ് ഷായുടെ ഈ വിവാദ പരാമർശം ഉണ്ടായത്. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചതാണ് വിവാദമായത്. പഹൽഗാമിലെ കൂട്ടക്കൊലയിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരിയെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർത്തു. ആരാണോ നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിയത് അതേ സമൂഹത്തിൽ സഹോദരിമാരെ ഉപയോഗിച്ച് പാഠം പഠിപ്പിച്ചു. ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. പരാമർശം വിവാദമായതോടെ മന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു. എന്നാലും എന്റെ വിജയ് ഷാ, ഞാൻ ഓർത്തത് നമ്മുടെ ഈ കേരളത്തെ മന്ത്രിമാർക്ക് മാത്രമാണ് വിവരമില്ലായ്മ എന്നാണ്. ഇതിപ്പോൾ എല്ലായിടത്തും കണക്കാണോ? പാർട്ടിയുടെ അതിർവരമ്പുകൾ ഇല്ലാതെ സകല വെള്ളയും ഇട്ട് നടക്കുന്ന ഏമാമാരും ഇക്കാര്യത്തിൽ മാത്രമാണ് മെച്ചം. ഇവിടെ പ്രീണനത്തിലൂടെ വോട്ട് പിടിക്കുമ്പോൾ അവിടെയും അതന്നെ, എന്നിട്ട് ഇവിടെ അത് എതിർക്കും, അവിടെ ഒന്നും മിണ്ടില്ല. അതാണ് വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് മറ്റൊരു കാര്യം. ഒന്ന്, ഞാൻ അപ്പോഴും പറയുന്നു, പ്രധാനമന്ത്രി മോദിയെ ഇക്കാര്യത്തിൽ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. കാരണം ഇങ്ങനെ കിടന്ന വിവേക്കേട് പറഞ്ഞതിന് മോദിയെ ഈ അവസരം നോക്കി താങ്ങുന്നവന്മാർ കുറേയുണ്ട്. പാർട്ടി വേറെ, ചെയ്തികൾ വേറെ. ആ നിലയ്ക്ക് ഞാൻ മോദിയുടെ ഭാഗത്താണ്. അങ്ങനെ ഒരാൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് 5-6 സമാധാന ചർച്ചയൊക്കെ നടക്കേണ്ട സമയം കഴിഞ്ഞുമാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ഇനി വിജയ് ഷായിലേക്ക് നമ്മൾ പോകുമ്പോൾ നിശ്ചിതമായ ഭാഷയിലാണ് കോടതി ഷായെ വിമർശിച്ചത്. എന്തൊരു തരം അഭിപ്രായങ്ങളാണ് നിങ്ങൾ പറയുന്നത്? ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ത് ഭാഷയാണ് ഈ വിഷയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. ഹൈക്കോടതിയിൽ പോയി മാപ്പ് പറയൂ എന്നും ഷായോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. രാജ്യം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ന്യായീകരിക്കപ്പെടുന്നതല്ല എന്നും ബെഞ്ച് നിരീക്ഷിക്കുന്നു. അതേസമയം തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി തനിക്കെതിരായി നടപടിയെടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നും ഷാ സുപ്രീം കോടതിയെ അറിയിച്ചു. മാത്രവുമല്ല, ദുരുദ്ദേശത്തോടു കൂടിയല്ല താൻ അത്തരം ഒരു പരാമർശം നടത്തിയതെന്നും മാധ്യമങ്ങളാണ് തന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചതെന്നും ഷായ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വാദിച്ചു. പക്ഷെ ഉള്ളത് പറയാമല്ലോ, എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഒന്നും മിണ്ടാതെ പോയി മാപ്പ് പറയുകയെന്നേ നിങ്ങൾക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എങ്കിലും ഇത് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ഘട്ടത്തിൽ കേസ് മധ്യപ്രദേശ് ഹൈക്കോടതി തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചുവെങ്കിലും കേസ് സുപ്രീം കോടതി തന്നെ കേൾക്കണമെന്ന് ഷായുടെ അഭിഭാഷക ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അവിടെ പരിഗണിക്കുന്നത്. അതേസമയം വിജയ് ഷായ്ക്കെതിരായ കേസ് റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് പ്രമുഖ അഭിഭാഷകരായ കപിൽ സിബലും ഇന്ദിരാ ജയ്സിംഗും രാജ്യസഭാംഗമായ വിജയ് ടൻഖയും ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് കേണൽ ഖുറേഷി ശ്രദ്ധിക്കപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനായി വനിതാ ഉദ്യോഗസ്ഥരായ കേണൽ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയുമാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പല തവണകളായി ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും ഒന്നേ പറയാനുള്ളൂ, കേണൽ സോഫിയ ഖുറേഷി, നിങ്ങൾ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ്. ഹാർപിക്കിന്റെ പരസ്യം പോലെ ഈ വിജയ് ഷായെ 0.1% അവശേഷിക്കുന്ന കീടാണുവിൽ ഉൾപ്പെടുത്തിയാൽ മതി. വിവരമില്ലാത്തവരുടെ വാക്കുകൾ നമ്മൾ വിലക്കെടുക്കരുത് എന്നാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ. പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.